പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എത്തികാഫ് എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില വാക്കുകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് എത്തികാഫ്? ലൗകിക സുഖങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് കൂടുതൽ നേരം അള്ളാഹുവുമായി സമ്പർക്കത്തിലേർപ്പെടാൻ, അള്ളാഹു പറഞ്ഞ ഇബാദത്തുകൾക്കായി മാറ്റി നിർത്തി പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിനാണ് എത്തികാഫ് എന്ന് പള്ളിയിൽ ഇരിക്കുന്നതിനാണ് എത്തികാഫ് എന്ന് പറയുന്നത്. നമസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ തുടങ്ങിയ ഇബാദത്തുകളുമായി കഴിച്ചുകൂടുന്നതാണ് എത്തികാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നതിന് ശേഷം എല്ലാ റമദാൻ മാസത്തിലും അവസാനത്തെ 10 ദിവസം പള്ളിയിൽ എത്തികാഫ് ഇരുന്നതായി ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. അവസാനത്തെ 10-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരമുണ്ട് മുറുക്കിയെടുക്കുകയും തൻ്റെ പ്രിയ പത്നിമാരെ കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിലൊന്നായിട്ട് എത്തികാഫിനെ നമുക്ക് കാണാം. അവസാനത്തെ 10 വരെ ചന്ദ്രൻ പിറവി കാണുന്നത് വരെയാണ് എത്തികാഫിനുള്ള സമയമായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ അല്ലാത്ത സമയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തികാഫ് ഇരുന്നതായിട്ട് ഹദീസ് പരിശോധിച്ചാൽ കാണാം. പക്ഷേ പിന്നീട് ഇത് ആളുകൾ നിർബന്ധമാക്കിയെടുക്കുമോ എന്നുള്ളൊരു ഭയം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഉപേക്ഷിച്ചതായിട്ടും കാണുന്നുണ്ട്. എങ്കിലും എല്ലാ റമദാൻ മാസങ്ങളിലും അവസാനത്തെ 10 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തികാഫിന് വേണ്ടി സമയം ചെലവഴിച്ചതായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എത്തികാഫ് എന്നാൽ വചനമിരിക്കുക എന്നതാണ് അർത്ഥം. കൂടുതൽ നേരം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും അള്ളാഹുവുമായുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് എത്തികാഫിൻ്റെ ഉദ്ദേശം. ഇതുമൂലം നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും ഒരുപാട് സമയം നമുക്ക് ഇബാദത്തുകളിൽ ഏർപ്പെടാൻ ചെയ്യുകയും കഴിയും. ലൗകിക കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, റമദാനിൻ്റെ അവസാനത്തെ 10-ൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊണ്ട് ചെയ്യുന്ന നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇരട്ടി പ്രതിഫലവുമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എത്തികാഫ് എന്ന് പറയുന്നത് അവസാനത്തെ 10-ൽ, റമദാനിൻ്റെ അവസാനത്തെ 10-ൽ അത്രയും പുണ്യമേറിയ കാര്യമായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും എല്ലാം ഈ പാത പിന്തുടർന്നതായി നമുക്ക് ചരിത്രങ്ങളിൽ മനസ്സിലാക്കുകയും ചെയ്യാം. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം റമദാനിൽ എത്തികാഫിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ ശ്രമിക്കണം. അള്ളാഹുവുമായിട്ട് കൂടുതൽ നല്ല ബന്ധത്തിലേക്ക് നമ്മളെ ഇത് നയിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വഹറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.